ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വ്ളോഗ്സ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു പഴയകാല ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഇങ്ങനെയൊരു പലഹാരത്തെപ്പറ്റി കേട്ടുകേൾവി പോലുമില്ല. എന്നാൽ ഇത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് അമ്മമാർ പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്നാക്കാണിത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ഉപ്പേരിക്കപ്പ എടുത്തിട്ടുണ്ട്. ഉപ്പേരിക്കപ്പ എന്ന് പറഞ്ഞാൽ പച്ചക്കപ്പ ഈ ഒരു ഷേപ്പിൽ അരിഞ്ഞ് വാട്ടി ഉണങ്ങി സൂക്ഷിച്ചിരിക്കുന്നതാണ്. പഴയ കാലത്ത് കപ്പയുടെ സീസണിൽ ഇങ്ങനെ ഉപ്പേരിക്കപ്പയൊക്കെ ഉണങ്ങി സൂക്ഷിക്കാറുണ്ട്. പിന്നീട് അത് ആവശ്യാനുസരണം വറുക്കുകയോ അതുപോലെ തന്നെ ഇതുപോലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഉപ്പേരിക്കപ്പയൊന്ന് വറുത്തെടുക്കാം. കപ്പ വറുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പേ വെച്ചു. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഉപ്പേരിക്കപ്പ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ കപ്പ ഇവിടെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ബാക്കി കപ്പ കൂടി ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം. കപ്പയെല്ലാം ഞാനിവിടെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പൊഴിച്ചു കൊടുക്കാം. ഉപ്പൊഴിച്ചു കൊടുത്തിട്ട് എല്ലാ വശത്തും ആ ഉപ്പ് കിട്ടത്തക്ക രീതിയിൽ ഇതുപോലൊന്ന് കുടഞ്ഞു കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന ഈ കപ്പ ഇനി നമുക്ക് പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ഇത് രണ്ടായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ കപ്പ മാത്രമായിട്ടല്ല പൊടിക്കേണ്ടത്, ഇതിലേക്ക് ഇനി 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. ഞാനിവിടെ ഒരു 3/4 കപ്പ് തേങ്ങ തിരുമിയതെടുത്തിട്ടുണ്ട്. അതുകൂടി ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/2 കപ്പ് ശർക്കര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കാപ്പൊടിയാണ്. 1 സ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അത് പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയെല്ലാം കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. കപ്പയും തേങ്ങയും എല്ലാം കൂടി ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതങ്ങ് ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകേണ്ട കാര്യമില്ല. ഒരു തരിതരിപ്പായിട്ട് പൊടിഞ്ഞു കിട്ടിയ ചമ്മന്തി ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കപ്പയെല്ലാം ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് പഴയ കാലത്ത് പെട്ടെന്ന് അമ്മമാരുണ്ടാക്കി തരുന്ന ഒരു പലഹാരമാണ്. അവലോസുണ്ടയൊക്കെ കഴിക്കുന്നത് പോലെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ തേങ്ങ പച്ചയായിട്ടൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒത്തിരി നാളങ്ങനെ വെച്ചേക്കാനൊന്നും പറ്റത്തില്ല. ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കുക. ബാക്കിയുള്ള മാവ് കൂടി നമുക്ക് ഉരുളകളാക്കി എടുക്കാം. ഉരുളകളെല്ലാം ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പഴയകാല 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇനിയും ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ഐ ആം സൈനിങ് ഓഫ്.